സഹൃദയ കുടുംബാംഗങ്ങൾക്കും ആദ്യമായി സ്വാഗതം പറയുന്നു. കേരളത്തിൻ്റെ ഓരോ മണ്ണും ഒരു താളം പറയുന്നുണ്ട്. ആ താളം ചിലപ്പോൾ ചുണ്ടുകളിൽ പാട്ടായി, ചിലപ്പോൾ കാൽച്ചുവടായി, ചിലപ്പോൾ ഭക്തിയുടെ തിരയായി മാറുന്നു. വേറിട്ട തരത്തിലുള്ള ഒരു തുടിപ്പ് രേഖപ്പെടുത്തുന്നതിന് ആവശ്യമായിട്ടുള്ള കലാ സാംസ്കാരിക മൂല്യങ്ങളോട് കൂടിയുള്ള ഒരു ഓണാഘോഷം സംഘടിപ്പിക്കുന്നതിലൂടെ മതസൗഹാർദ്ദത്തിന്റെയും സ്നേഹത്തിന്റെയും ചിഹ്നങ്ങൾ ലോകത്തിൽ വാരി വിതറാനുള്ള ശ്രമം നടത്താൻ ഒരു ചെറിയ കാൽവയ്പ് ഞങ്ങൾ ചെയ്തു എന്നുള്ളതാണ്. പ്രവാസം എന്നത് വളരെ പഴയ വാക്കാണ്. വാൽമീകി രാമായണത്തില് രാമനെയും സീതയെയും ലക്ഷ്മണനെയും ഇടയ്ക്കിടയ്ക്ക് പരാമർശിക്കുന്നത് പ്രവാസികൾ. ആ ഒരു കാര്യം ഓർക്കുമ്പോൾ നമുക്ക് എല്ലാ ആഗ്രഹങ്ങളും പോകും. കാരണം മരണം വരെ എനിക്ക് മദ്യം നിയന്ത്രിച്ചു കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ പ്രദേശോട് ഒരു കാര്യം മാത്രമേ പ്രദേശോട് ചെറിയ ദേഷ്യമുണ്ട്. കാരണം പ്രദേശം ലാസ്റ്റ് ക്ലൈമാക്സിൽ വല്ലാതെ മയത്തിലാണ്. ഒരുപാട് പേരുടെ ജീവിതം മാറ്റിയ മനുഷ്യരാണ്. അപ്പോൾ അത് സ്വീകരിക്കാൻ വേണ്ടി കുറച്ച് ഭാഗങ്ങളൊക്കെ നമ്മൾ കുറച്ച് എക്സാജറേഷൻ നടത്തി. കേരളത്തിൽ ഒരു ദിവസം ഓണം ആഘോഷിക്കുമ്പോൾ ഇവിടെ ബഹ്റൻ മീഡിയ സിറ്റി 30 ദിവസം ഓണം ആഘോഷിക്കുമ്പോൾ നമ്മുടെ വിശിഷ്ടാതിഥി പറയുന്നത് 365 ദിവസവും ഓണമായിരിക്കണമെന്നാണ്. ഞാൻ ആ അഭിപ്രായത്തോട് വളരെ യോജിക്കുന്നു. നമ്മളൊക്കെ ജീവിക്കുന്നിടത്തോളം കാലം എല്ലാ ദിവസവും ഓണമായിരിക്കും. ഓണം കഴിഞ്ഞു. പ്രവാസ മേഖലയിൽ ഇപ്പോഴും ഓണം തകൃതിയായി നടക്കുകയാണ്.